അപ്പോൾ മൊഡ്യൂൾ 2 മാരത്തോണിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അതും കൂടെ ആകുമ്പോൾ മൊത്തം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യും. ഈ സോഴ്സ് ഫോളോവർ അഥവാ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ എന്നറിയപ്പെടുന്ന ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇംപീഡൻസ്, low input impedance and low output impedance, high input impedance and low output impedance, low input impedance and high output impedance. ഏതാണ് നമ്മൾ ലാസ്റ്റ് ആ ചോദ്യം പറഞ്ഞ് നിർത്തിയോടെ നമ്മൾ തുടങ്ങുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു സോഴ്സ് ഫോളോവറിന് ഏതാണ്ട് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പറയുമ്പോൾ 1നേക്കാളും തൊട്ട് താഴെ ചെറുതായിട്ട് താഴെ ആയിരിക്കും അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫർ ആയിട്ട് അത് ആക്ട് ചെയ്യും. അതിന്റെ പ്രത്യേകത അതിന് ഹൈ ഇൻപുട്ട് ഇംപീഡൻസും ലോ ഔട്ട്പുട്ട് ഇംപീഡൻസും ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ FET നോർമലി അതെന്തായിരിക്കും? ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു കോമൺ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോ ഔട്ട്പുട്ട് ഇംപീഡൻസും ഹൈ ഇൻപുട്ട് ഇംപീഡൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ട് ഇംപീഡൻസ് മാച്ചിങ് പോലുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. വിച്ച് ഇസ് ഐഡിയൽ ഫോർ ഇംപീഡൻസ് മാച്ചിങ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് low output impedance. അടുത്ത ചോദ്യം, what is the value of the capacitor of the Wien-Bridge oscillator operating at a resonance frequency of 10 kilohertz with a resistance of 100 kilo ohm? അപ്പോൾ what is the value of the capacitor of the Wien-Bridge oscillator? നമുക്ക് ഈ പറയുന്ന Wien-Bridge oscillatorലെ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. which is operating at a resonant ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് W0 is equal to എന്താണ് 1/RC ആണ്. F0 എന്ന് പറയുന്നത് ഇപ്പൊ എന്തായിരിക്കും? അതായത് W0 എന്ന് പറയുന്നത് 2πf ആണ് അല്ലെ? W0 എന്ന് പറയുന്നത് 2πf ആണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ F0 എന്ന് പറയുന്നത് 1/2πRC ആയിരിക്കും. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R എന്ന് പറയുന്നത് 100 കിലോ നമുക്കറിയാം. അതുപോലെ F0 എന്ന് പറയുന്നത് 10 കിലോഹെർട്സ് എന്നറിയാം. പിന്നെ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C കിട്ടും. C എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? C is equal to 1/2πRF0. അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 159.11155 into 10⁻⁻12. 10⁻⁻12 എന്ന് പറയുന്നത് പൈക്കോണാണ്. അപ്പോൾ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. 159 അപ്രോക്സിമേറ്റ്ലി അല്ലേ? 159 പൈക്കോ ഫാരഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. In a Wien-Bridge oscillator, what must be the gain of the amplifier to sustain oscillation? ഒരു Wien-Bridge oscillator അല്ല, എന്താണ് ആ ആംപ്ലിഫയറിലെ ഗെയിൻ ടു സസ്റ്റെയിൻ ഓസിലേഷൻ? ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഗെയിൻ എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 1, 2, 3, 10 എന്നാണ് ചോദിക്കുന്നത്. ഒരു Wien-Bridge ഓസിലേറ്ററിൽ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് A is equal to 3 ആണ് വരിക. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/3 ഫീഡ്ബാക്ക് അറ്റൻവേഷൻ ആണ് RC നെറ്റ്വർക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിന്റെ ഗെയിൻ എന്താണ്? അത് ഓപ്ഷൻ സി ആണ് അല്ലെ? നമ്മൾ അതിന് RC ഫേസ് ഷിഫ്റ്റ് നമ്മൾ പറയാറുണ്ട്. RC ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ 1/29 ആണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് അറ്റൻവേഷൻ. അപ്പൊ അവിടെ ഗെയിൻ വരുന്നത് 29 ആയിരിക്കും. ഓക്കെ, which of the following has the best frequency stability? RC ഓസിലേറ്ററിനാണോ, LC ഓസിലേറ്ററിലാണോ, Wien-Bridge ഓസിലേറ്ററിലാണോ, ക്രിസ്റ്റൽ ഓസിലേറ്ററിലാണോ? ഇതിൽ ഏത് ഓസിലേറ്ററിലാണോ നമ്മൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ളത്? നമുക്ക് പിന്നെ ചോദ്യത്തിൽ കഴമ്പില്ല, നമുക്കറിയാം എപ്പോഴും ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ളത് ക്വാർട്സ് ക്രിസ്റ്റലിലാണ്. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്ററിലാണ് എന്ത് വരിക? ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വരിക. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ദ മെക്കാനിക്കൽ റെസൊണൻസ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ. ക്വാർട്സ് ക്രിസ്റ്റൽ മെക്കാനിക്കൽ റെസൊണൻസ് ആണ് അത് ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വെരി ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ സ്റ്റേബിൾ ഫ്രീക്വൻസി നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ അത് ക്ലോക്സിലും മൈക്രോ കൺട്രോളേഴ്സിലേക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, ക്വാർട്സ് ക്രിസ്റ്റൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ വരാം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ആൻ LC ഓസിലേറ്റർ ഹാസ് L is equal to ഇൻഡക്ടൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 25 മൈക്രോ ഹെൻറി ആണ്. കപ്പാസിറ്റർ സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 പൈക്കോ ഫാരഡ് ആണ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു LC ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2π√LC ആണ്. അതാണ് നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ LC
എൽ സി ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എല്ലിന്റെയും സിന്റെയും വാല്യൂ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു 1/2 എൽ സി ആണെങ്കിൽ 1/2 ഇൻറ്റു റൂട്ട് 25 ഇൻറ്റു 10⁻⁻6. കാരണം മൈക്രോ തന്നിരിക്കുന്നത് പൈക്ക് പറയുമ്പോൾ 10⁻12 ആണ്. അപ്പൊ 100 ഇൻറ്റു 10⁻12 കൂടി ആകുമ്പോൾ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 2.5 ഇൻറ്റു 10⁻50 വിച്ച് ഈസ് ഈക്വൽ ടു 3.18 മെഗാഹെർട്സ് ആണ് നമ്മൾക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. What is the duty cycle of the output of an astable multivibrator? ഒരു astable multivibrator ഉണ്ട്. ഡ്യൂട്ടി സൈക്കിൾ എന്താ? ഒരു astable multivibrator ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ ഔട്ട്പുട്ടിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്താ? നമുക്ക് അറിയാം പൊതുവെ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്താ തരിക? ഒരു സ്ക്വയർ വേവ് ആണ് നമുക്ക് തരിക. അപ്പോൾ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ അതുകൊണ്ട് തന്നെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് നമ്മൾ പറയും. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ടൈംസ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റ് പകുതിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലെ? പകുതി ആവുമ്പോഴല്ലേ ഇത് സ്ക്വയർ വേവ് ആവുള്ളൂ അല്ലെ? ഒരു സ്ക്വയർ വേവ് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ഈ ടൈം പീരീഡ് തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും സെയിം ടൈമാണ് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 50% ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 555 ടൈമർ അസ്റ്റേബിൾ സർക്യൂട്ട് ഇഫ് R1 എന്ന് പറയുന്നത് 1 കിലോ ഓമും R2 എന്ന് പറയുന്നത് 1 കിലോ ഓം ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ എന്താണ്? നമുക്ക് അതിന് ഡ്യൂട്ടി സൈക്കിളിന് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ഒരു 555 ടൈമറിന്റെ ഡ്യൂട്ടി സൈക്കിൾ ഇക്വേഷൻ എന്താ? D is equal to R1 plus R2 divided by R1 plus 2R2. എന്താണ്? R1 plus R2 divided by R1 plus 2R2 ആണ് ഡ്യൂട്ടി സൈക്കിൾ. R1 plus R2 നമുക്ക് തന്നിരിക്കുന്നത് നമുക്കറിയാം. ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ യൂസിങ് 555 ടൈമർ എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് കോമ്പോണൻസ് നമ്മൾ രണ്ട് റെസിസ്റ്റർ കോമ്പോണന്റും ഒരു കപ്പാസിറ്റർ നമ്മൾ കൊടുക്കും. റെസിസ്റ്ററിന്റെ മാത്രം വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന്റെ ഇക്വേഷൻ എന്താണ്? R1 plus R2 divided by R1 plus 2R2 ആണ്. 1 plus 1 divided by 1 plus 2 into 1 which is equal to 2/3 which is equal to 66.6% ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് the output of a bistable multivibrator എന്ന് പറയുന്നത്. ഒരു ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്താണ്? മൾട്ടിവൈബ്രേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ സിനുസോയിഡൽ ആയിട്ടുള്ള വേവ് ഫോംസ് ഉണ്ടാക്കുന്ന സർക്യൂട്ടുകൾ നമുക്കറിയാം. സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ഒക്കെയാണ് വരിക. അതേ സമയത്ത് സൈൻ അല്ലാണ്ട് വേറെ പല ഷേപ്പിലുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് മൾട്ടിവൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് മൾട്ടിവൈബ്രേറ്റേഴ്സ് നമുക്ക് നമ്മൾ പറയുമ്പോൾ സ്ക്വയർ വേവ് ഉണ്ടാക്കുന്നു, റെക്ടാങ്കിൾ വേവ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള സൈൻ ഇല്ലാത്ത വേറെ ഏത് ഫോം ഓഫ് വേവ് ഫോം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവരാണ് മൾട്ടിവൈബ്രേറ്റേഴ്സ്. ഈ മൾട്ടിവൈബ്രേറ്റേഴ്സ് തന്നെ 3 ഉണ്ട്. അതിൽ ഒന്നാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അവിടെ നമ്പർ ഓഫ് സ്റ്റേബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 ആയി. അവിടെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും ഇല്ല, 2 ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. മോണോസ്റ്റേബിൾ ആകുമ്പോൾ ഒരൊറ്റ സ്റ്റേബിൾ സ്റ്റേറ്റേ ഉള്ളൂ, ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് അഥവാ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ടാകുന്ന 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റേബിൾ സ്റ്റേറ്റ് 2 ഉണ്ടാവും. ഓക്കെ, അവിടെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഈ പറയുന്ന ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ആണോ, കോൺസ്റ്റന്റ് ഹൈ ആണോ, 1 ഹൈ 1 ലോ അങ്ങനെയാണോ, ബട്ട് ബോത്ത് ലോ ആയിട്ടാണോ വരിക? ഇങ്ങനെയുള്ള കേസിൽ ശരിക്കും പറഞ്ഞാൽ ബൈസ്റ്റേബിൾ സർക്യൂട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുന്നത് എന്താ? അവിടെ 2 ഔട്ട്പുട്ട് വരാം, 2 കോംപ്ലിമെന്റ് ഔട്ട്പുട്ട്, ഒന്ന് ക്യൂബും ഒന്ന് ക്യൂബാറുമാണ് വരിക അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതെന്താ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഔട്ട്പുട്ട് ഓഫ് എ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത് 1 ഹൈയും 1 ലോ, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഔട്ട്പുട്ട് വരിക. ആൻഡ് അവിടെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ വിത്തൗട്ട് എക്സ്റ്റേണൽ ട്രിഗർ. അപ്പോൾ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ട്. നമുക്കറിയാം അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ നമുക്ക് എങ്ങനെയാണ്, നമ്മളൊരു ട്രിഗർ ഒന്നും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ ട്രിഗർ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആ സർക്യൂട്ട് കോമ്പണൻസിന്റെ വാല്യൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതങ്ങനെ ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ അനുസരിച്ചിട്ട് ഒരു വേവ് ഫോം നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ വിത്തൗട്ട് എക്സ്റ്റേണൽ ട്രിഗർ ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ്? needs an external trigger to oscillate. അത് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ട്രിഗർ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. oscillates only when VCC greater than 12 volt ആകുമ്പോൾ മാത്രമേ അത് ഓസിലേറ്റ് ചെയ്യുള്ളൂ. oscillates continuously without trigger. ട്രിഗർ കൊടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ഓസിലേറ്റ് ചെയ്യപ്പെടും. requires clock input. അതിന് ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇതിൽ തന്നെ മനസ്സിലായി നമുക്ക് എന്താണ് അവിടെ
ഓസിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കാതെയാണ് അതവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഹിസ്റ്ററിസിസിനെ ഷ്മിറ്റ് ട്രിഗർ ഹെൽപ്പ്. നമ്മൾ പറഞ്ഞു ഷ്മിറ്റ് ട്രിഗറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു, എന്തിനാണ് സഹായിക്കുക? ഷ്മിറ്റ് ട്രിഗറിൽ ഇൻക്രീസ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? റെഡ്യൂസ് സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അവോയ്ഡ് മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഡ്യൂ ടു നോയ്സ് കാരണമുള്ള മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ആണോ? അതെ, സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് നോയ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന നോയ്സ് നമുക്ക് ഒരു സ്ക്വയർ വേവ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെ, നോയ്സ് ഫ്ലക്ച്വേഷൻസ് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് ഷ്മിറ്റ് ട്രിഗർ എന്തിനാ സഹായിക്കുക? ടു അവോയ്ഡ് മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഡ്യൂ ടു നോയ്സ് കാരണം ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ട്രാൻസിഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്ററിസിസ് ഷ്മിറ്റ് ട്രിഗറിൽ വരുന്നത്. അപ്പൊ ഹിസ്റ്ററിസിസ് എൻഷുർസ് ദാറ്റ് small fluctuations near the threshold voltage do not cause repeated triggering. അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്ററിസിസ് എന്ത് എൻഷുർ ചെയ്യും? ത്രെഷോൾഡ് വോൾട്ടേജിന്റെ ഏതാണ്ട് അടുത്ത് വരുന്ന വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മോൾ ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് ട്രിഗറിംഗിൽ വരില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഔട്ട്പുട്ട് അവിടെ സ്റ്റെബിലൈസ് ചെയ്യും. ഇത് പ്രസൻസ് ഓഫ് നോയ്സ് ഇൻപുട്ട് ആണെങ്കിൽ പോലും അതായത് കമ്പാരിസൺ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്ക്വയർ വേവിനെ ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈവൻ നോയ്സ് ഉണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ട് സ്റ്റെബിലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ഈ ഹിസ്റ്ററിസിസ് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഹിസ്റ്ററിസിസ് ഇൻ എ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് എന്തിനു സഹായിക്കും? വിച്ച് ഹെൽപ്സ് ടു അവോയ്ഡ് മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഡ്യൂ ടു നോയ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൊത്തം മൊഡ്യൂൾ 2 മാരത്തോൺ ക്വസ്റ്റ്യൻസ് ഉള്ളത്. കൂടുതൽ റിവൈസ് ചെയ്ത് പഠിക്കാം. താങ്ക് യു.